നമ്മുടെ ഈ പ്രദേശത്തുള്ളവരെല്ലാം ഈ കാര്യം അറിഞ്ഞിട്ട് സമരരംഗത്താണ്. ഈ കാര്യത്തിന് ആധാരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നേരത്തെയും നിരന്തരമായി പരാതി വന്നിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അയാള് ആശുപത്രി, നമ്മുടെ ഒരു ഉത്സവ സ്ഥലത്ത് പോയിട്ട് ഒരു പെൺകുട്ടിയെയും ഭർത്താവിനെ അടിച്ചതും ഉത്സവം അടിച്ച് കലക്കിയതൊക്കെ ആയിട്ടുള്ള ആളാണ്. ശ്രീജിത്ത് എന്നാണ് അയാളുടെ പേര്, അല്ലേ? പോലീസ് ശ്രീജിത്ത്. അപ്പൊ അയാളെ പറ്റി നേരത്തെ അറിയാം, അന്നും പരാതിയുള്ളതാണ്. അതിന്റെ വീഡിയോ ഇവിടെയൊക്കെ പ്രചരിക്കുന്നതാണ്. അപ്പൊ ഈ കുണ്ടറ സ്റ്റേഷനിൽ പലപ്പോഴും ഇത്തരം സംഗതികൾ ഉണ്ടാവുന്നതിന്റെ കാരണത്തിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരെ പണ്ടും ഇത്തരം ചില കുപ്രസിദ്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഈ കാര്യത്തിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ കാണിച്ച, ഈ പോലീസുകാരനായിട്ടുള്ള ആള് കാണിച്ച തെറ്റ് സംബന്ധിച്ച് ഇപ്പൊ തന്നെ കാര്യങ്ങൾ അറിയാം. അവർ അന്വേഷണമൊക്കെ നടത്തിക്കോട്ടെ, പക്ഷേ അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത്. കാരണം അയാളൊരു ഹാബിച്വൽ ക്രിമിനലാണെന്നാണ് ഈ സ്വഭാവം കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഒരു സംഭവമല്ല, വണ്ടിക്കകത്ത് കൊണ്ടിരുന്നു, അങ്ങനെ അടിക്കുന്നു. ഹാബിച്വലായിട്ട് ഇങ്ങനൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നും പോലീസിലുണ്ടാവുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടി കാണിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ബാക്കി അന്വേഷണത്തിനൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ട്. അത് വരിക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും, പല കാര്യങ്ങളും, എക്സ്റേക്കകത്ത് തന്നെ എല്ല് പൊട്ടിയതുണ്ടെന്ന് പറയുന്നു. അതെല്ലാം പോലീസ് പരിശോധിക്കേണ്ടതാണ്. നമുക്കെല്ലാം വിവരങ്ങളുണ്ടല്ലോ, കിട്ടുമല്ലോ. ബാക്കി എക്സ്റേ ഉണ്ട്, എന്ത് കാര്യങ്ങളും അന്വേഷിക്കട്ടെ. പക്ഷെ പോലീസ് സ്റ്റേഷനകത്തേക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പോലീസ് സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പോലീസിനെ കണ്ട എന്ത് സംഭവിക്കുമെന്ന് പേടിച്ചാൽ പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ നടപടി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ഈ പ്രക്ഷോഭം നടത്തുന്ന, ഈ പ്രതിഷേധത്തിന് വന്നവരോട് സംസാരിക്കും. അവരതിനടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. ഇത് ആദ്യഘട്ടമാണല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചിട്ടില്ല. ഇതിന്റെ ഒരു വിവരം പറഞ്ഞ് അവരോട് സംസാരിക്കും. കാരണം മക്കളുണ്ട്, 36 വയസ്സുണ്ട്, 2 മക്കളുണ്ട്. ഒരാശ്രയമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അതിന് പിന്നാലെ വരേണ്ടതാണ്. സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം സർക്കാരിനോട് ആവശ്യപ്പെടും. ആ കുടുംബത്തിന്റെ ജീവിതം, കുട്ടികളുടെ ഭാവി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ആദ്യമേ ഒരു ക്രിമിനലായിട്ട് ഉള്ള സ്വഭാവം എടുക്കുന്ന ആളുകളെ പറ്റി നടപടിയെടുക്കുക, ബാക്കി അന്വേഷണം വരിക. ഈ കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. എന്തായാലും ഈ കാര്യം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ പോലീസുമായിട്ട്. ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പറയും. അതനുസരിച്ചിട്ടുള്ള നടപടി എടുക്കാൻ പറയും. ഒന്നാമത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. 2 ആ കുടുംബത്തിന് എല്ലാ സംരക്ഷണവും കിട്ടണം. ഈ 2 കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉറച്ചു നിൽക്കും. അല്ല, ഇതിപ്പോ എല്ലാവരെ പറ്റിയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഈ ശ്രീജിത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും, ശ്രീജിത്തിനെ സംബന്ധിച്ച് നേരത്തെയും നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ കാണിച്ചു എന്നുള്ള പരാതി ഉണ്ട് എന്നുള്ളത് ഇവിടെ അറിയുന്നതാണ്. അതുകൊണ്ടാണ് അയാളുടെ കാര്യം പറഞ്ഞത്. മറ്റുദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ചിട്ട് ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അവർക്ക് സർവീസിൽ തന്നെ അവർ കുറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ സർവീസിൽ തുടരുന്നതിനുൾപ്പെടെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ക്രൂരമായ നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, സംരക്ഷകനാവേണ്ട പോലീസ് സംഹാരകനാവുന്ന തരത്തിലേക്കാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണല്ലോ കാണുന്നത്. അപ്പൊ അതിന് നടപടി ഉണ്ടാവും. ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണമാണ്. ഈ ആടെ കാര്യത്തിനകത്ത് ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് നിർത്തണമെന്നുള്ള സംഗതി പറഞ്ഞിട്ടുണ്ട്. മറ്റ് വിശദമായ കാര്യങ്ങൾ ഇപ്പം എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കണമല്ലോ. പ്രൊമോഷനും കൊടുക്കുമായിരിക്കും, അതറിയില്ല. അത് വേറെ കാര്യം. പക്ഷെ നമുക്കിപ്പോ ഇക്കാര്യത്തിനകത്ത് ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇത്ര ഒരു കാര്യം, ഒരു വാസ്തവത്തിൽ ആ കുടുംബം തന്നെ ആദ്യ ദിവസങ്ങളിൽ പരാതി പറയാതിരുന്നതാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് ദിവസമായല്ലോ, ഭയമായിരുന്നു. പിന്നെ നാട്ടുകാർ ഇവരെല്ലാം കാണുന്നല്ലോ. ഉത്സവ സ്ഥലത്തെ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ.